പുതിയ ട്രെൻഡുകൾ, പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക. ആ പഠിച്ചത് മുഴുവൻ സ്വാംശീകരിക്കരുത്. പുതിയ വിഷയങ്ങൾ മുഴുവൻ സ്വാംശീകരിക്കരുത്. എന്ത് കണ്ടാലും സ്വീകരിക്കലല്ല, സ്വീകരിക്കാനും തിരസ്കരിക്കുവാനുള്ള തൻ്റെ ഇടമുണ്ടാവുക. യെസ് എന്ന് പറയുന്നത് പോലെ നോ എന്ന് പറയാനും തൻ്റെ ഇടമുണ്ടാവുക. യെസ് എന്ന് പറയുന്ന എന്ത് പറഞ്ഞാലും യെസ് യെസ്, നോ നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാവും. ആദ്യം ഇതിൽ ഡ്രൈവിംഗ് അറിയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തും. മഹാഭൂരിപക്ഷത്തിനും ഡ്രൈവിംഗ് അറിയാം. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു ഗുണമാണത്. ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഡ്രൈവിങ്ങിന് മറ്റ് തൊഴിലിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒരേ ഒരു പണിയാണ് ഡ്രൈവിങ്. ഡ്രൈവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ സ്റ്റെയറിംഗ് തിരിക്കാൻ മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല. ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിംഗ്. എൻ്റെ മകൻ്റെ സ്വഭാവത്തിനും അവൻ്റെ ബുദ്ധിശക്തിക്കും എൻ്റെ വീട്ടു സാഹചര്യത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട ഡ്രൈവർ നിങ്ങളാണ്. എന്തൊക്കെയാണ്? എൻ്റെ മകൻ്റെ, എൻ്റെ മക്കളുടെ ബുദ്ധിശക്തി, അവൻ്റെ താല്പര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത്. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരിക്കുക. പക്ഷേ നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ ആ വീട് അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരുടെ പിറകെ ഓടുന്ന, അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരായി മാത്രം മാറുന്നു നമ്മൾ. അത് മാറ്റണം. നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് എന്ന നല്ല ബോധ്യമുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാവണം. നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടവരാണ് രണ്ടാമത്തെ കാര്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനിരിക്കുന്നതിന് കാരണം നമ്മുടെ പഠന സമ്പ്രദായത്തിൻ്റെ ഒരു കുഴപ്പമാണ്. എന്താ അത്? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. അതാണല്ലോ നമ്മുടെ ശീലം. തെറ്റാണത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി. മക്കളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുക. ഈ കുസൃതി ചോദ്യം, കടങ്കഥകളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ചോദ്യം ചോദിക്കുവാനും ഉത്തരം കണ്ടെത്താനുമുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിനാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിലൊരു ഫയൽ ഓപ്പൺ ചെയ്യപ്പെടുന്നു.